ഹലോ ഡിയേഴ്സ്, വൺ ഡയമെൻഷണൽ മോഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റനിലൂടെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്നുള്ള രീതിയിൽ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വി ടി ഗ്രാഫ് വരയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ വി ഇവിടെയാണ്, ടി ഇവിടെയാണ്. നിങ്ങൾ ഇതിന്ന് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 45 ആംഗിൾ. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് വി ടി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ് എടുത്താൽ ആക്സലറേഷൻ കിട്ടും, ഏരിയ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഡെറിവേഷൻ കാണാൻ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൻ്റെ മൂന്നിനും നിങ്ങൾ പഠിച്ചു വെക്കണം. പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് ചോദിച്ചിരിക്കുന്നത് വീണ്ടും ഈ രീതിയിൽ ചോദിക്കാം. ഇതൊരു ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ക്വസ്റ്റ്യൻ എന്ന്. പക്ഷേ ഇതെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ വി സ്ക്വയർ ഇസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2as എക്സ്പ്രഷൻ. അപ്പം അത് ഡിറൈവ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ആക്സിലറേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. പിന്നെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് യൂണിഫോം മോഷൻ ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ്, അപ്പം പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് എന്താ തരിക, ഒരേ രീതിയിലാണ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുക. ദെൻ അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ യൂണിഫോം മോഷൻ ആണെങ്കിൽ എന്താണ്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മേ ഓർ മേ നോട്ട് ബി. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവണം, ഡിസ്റ്റൻസിന് ഈക്വൽ ആവണമെന്നില്ല. അപ്പം അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവാം, 0 ആവാം, ബട്ട് ഡിസ്റ്റൻസ് എന്താവില്ല, 0 ആവില്ല. അപ്പോൾ ട്രൂ ആണത് രണ്ടും. ദെൻ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് വെലോസിറ്റി. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് എന്താ, ആവറേജ് സ്പീഡ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിംഗ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരിക, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വരിക. അപ്പോഴാണ് എന്താവുക, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുക, സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആവുക. ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു. ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് വരാം. അപ്പോൾ ഡി ടി ടെൻസ് ടു 0 ആണ് അതിനകത്ത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. പിന്നീട് ഇതിനകത്ത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വാല്യൂ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും, അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും നമ്മൾ സൈൻ അടക്കം ചെയ്യുകയാണെങ്കിൽ. ഉദാഹരണത്തിന് ഇപ്പം ഇങ്ങനെ വരുന്ന കേസിൽ ഇവിടെ പോസിറ്റീവ് ഹാഫും വരും, ഇവിടെ നെഗറ്റീവ് ഹാഫും. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും, പക്ഷേ ഡിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ബോൾ മുകളിലോട്ട് എറിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഡബിൾ ആണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ദെൻ ഡിസ്റ്റൻസ് ഡബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്നതിൻ്റെ മുകളിൽ എത്തുന്നതിന് ഡബിൾ ആയിരിക്കും താഴെ എത്തുമ്പോൾ. അപ്പം പിന്നീട് അതിനകത്ത് ഈ പെയറിനകത്ത് ഏതാണ് വാല്യൂ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ഇതാണ് അതിനകത്ത് പോസിറ്റീവ് നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ 0 ആക്സിലറേഷനുള്ള പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ്, പൊസിഷൻ ടൈം ഗ്രാഫ് യൂണിഫോം ആകുമ്പോഴാണ് അതിൽ ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആവുക. അപ്പോൾ വി ടി ഗ്രാഫ് ഇങ്ങനെയാവും. അപ്പോൾ ആക്സിലറേഷൻ അതിലെന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ റിട്ടാർഡേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കുറയുന്നതിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. പിന്നെ ഇതിനകത്ത് വാട്ട് ഈസ് റിട്ടാർഡേഷൻ ഓഫ് എ കാർ ഔലോങ്ങ. അപ്പോൾ ഇതിനകത്ത് എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2a എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ യു സ്ക്വയർ ബൈ 2a നിങ്ങൾ ഇക്വേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇക്വേഷൻസ് ഓഫ് മോഷന്, അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്താവും, യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആവും. വി ഇസ് ഈക്വൽ ടു യു മൈനസ് ജി ടി ആവും. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gs, അതായത് മൈനസ് ജി വരുന്നത് നമ്മൾ മുകളിലോട്ട് പോസിറ്റീവും താഴോട്ടേക്ക് എന്ത് ചെയ്യുക, നെഗറ്റീവും ആക്കിയിട്ട് സൈൻ കൺവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഈ സമയത്ത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ആക്സിലറേഷൻ എപ്പോഴും എന്താണ്, മൈനസ് ജി ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ഡയറക്ഷനിൽ മൈനസ് ജി എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സൈൻ കൂടി ആയിക്കഴിഞ്ഞു. ദെൻ എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി u. അപ്പോൾ ഇതിൻ്റെ ഈ 5 to 10 15 സെക്കൻഡിൻ്റെ ഇടയ്ക്കുള്ള നിങ്ങൾ എന്ത് കാണണം, അതിൻ്റെ സ്പീഡ് കാണണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് സ്പീഡല്ല, അതിൻ്റെ നിങ്ങൾ ഏരിയ കാണണം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ u ഇൻറ്റു ടി എന്നാണ് അവിടെ വരിക. അപ്പം അവിടെ അതായി. പിന്നെ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എ ടു ബിയിലെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും. എ ടു ബിയിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 കാരണം ഇവിടെ നിന്ന് 0 എന്താണ്, റേഡിയസ്. അപ്പോൾ 10 റേഡിയസ് അല്ല, റേഡിയസ് 10 മീറ്റർ ആണ്. അപ്പം ഇവിടെ 10ഉം 10ഉം 20 വരും. പിന്നെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ πr ആണ് വരിക. അപ്പം 2πr ആണ് ടോട്ടൽ അതിൻ്റെ പകുതി. പിന്നീട് ഇതിനകത്ത് സ്പീഡ് ടൈം കാണാൻ ഇതിനകത്ത് നിങ്ങൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള രീതിയിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണേണ്ടി വരും. ദെൻ പിന്നെ ഇതിനകത്ത് 0 ആക്സിലറേഷൻ ആകാമെന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് പറ്റും, കാരണം മുകളിൽ പോയിന്റിലെത്തുമ്പോൾ അതിന് ആക്സിലറേഷൻ മൈനസ് ജി താഴെയിട്ടുണ്ട് ഒരു കല്ലെറിഞ്ഞ് മുകളിലെത്തുമ്പോൾ, പക്ഷേ വെലോസിറ്റി 0 ആണ്. ദെൻ ബോഡി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്, 5 minutes ആണ് 2 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളെങ്കിൽ
സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആവറേജ് സ്പീഡ്. ദെൻ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ അതിനകത്ത് റേഡിയസ് എടുക്കണം, ആ രീതിയിൽ നിങ്ങൾ കാണണം. ഫുൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും, പക്ഷേ ഡിസ്റ്റൻസ് 2πr ആയിരിക്കും. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 2 × റേഡിയസ് ആയിരിക്കും, പക്ഷേ ഡിസ്റ്റൻസ് എന്തായിരിക്കും, πr ആയിരിക്കും. പിന്നെ എക്സാമ്പിൾ ഫോർ എ ബോഡി പൊസിഷൻ 0 വെലോസിറ്റി വിച്ച് ഈസ് ആക്സിലറേറ്റിംഗ്. ഈവൻ എക്സാമ്പിൾ ഫോർ എ ബോഡി പൊസിഷൻ 0 വെലോസിറ്റി വിച്ച് ഈസ് ആക്സിലറേറ്റിംഗ്. പിന്നെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷോ ദാറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതെന്താണ്, ഇതും എന്താണെന്നറിയോ, ഇതും നമ്മുടെ ഡെറിവേഷനാണ്. ഇത് തെറ്റിക്കേണ്ട, കാരണം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ S=ut + ½ AT² ഡെറിവ് ചെയ്ത് കഴിഞ്ഞാൽ അതായി. പിന്നീട് ഇതിനകത്ത് ഇത് ചോദിക്കാം, ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ്, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും, ഒന്ന് അത് കോൺസ്റ്റൻ്റ് ആണ്, ഒന്ന് സ്ലോപ്പ് എന്തായിരിക്കും, വെലോസിറ്റി ടൈം ഗ്രാഫ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. മറ്റൊരു സമയത്ത് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ട് അവിടെ സ്ലോപ്പ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കുക. പിന്നെ ഇതിനകത്ത് VT ഗ്രാഫ് വരയ്ക്കാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്രോയിങ് VT ഗ്രാഫ് വരച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അതായത് പാർട്ടിക്കിൾ മൂവിങ് അലോങ് എക്സ് ആക്സിസ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡ്രോയിങ് VT ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ VT ഗ്രാഫ് നേരത്തെ പറഞ്ഞ പോലെ VT ഗ്രാഫ് നമ്മൾ S=ut + ½ AT² ഡെറിവേഷൻ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡ്രോയിങ് VT ഗ്രാഫ്. അതെ. Then a ball is thrown vertically upwards with a velocity 20 m/s from the top of a tower height 25. അപ്പോൾ എത്ര അത് എയറിൽ നിൽക്കുമെന്നുള്ളതാണ്. ഒരു ടവറിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്, അതിന്ന് നമ്മൾ ബോൾ എറിയാണ്. അപ്പോൾ നമുക്ക് ബോളിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതുവരെയുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 25 കവർ ചെയ്യാനുള്ള ടൈമും കാണണം. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ടോട്ടൽ അത് എയറിൽ നിൽക്കുന്ന ടൈം. അപ്പോൾ അത് വെച്ച് ഇക്വേഷൻ വെച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ടൈം ഓഫ് ഫ്ലൈറ്റ് വരിക 2u/g എന്ന് പറഞ്ഞിട്ട് അവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. പിന്നെ അവിടെ വെലോസിറ്റി ഇവിടെ അപ്പോൾ എന്തായിട്ടുണ്ടാവും, എറിഞ്ഞ വെലോസിറ്റി തന്നെയായിരിക്കും ഇവിടെയുള്ള വെലോസിറ്റി വരിക. അപ്പോൾ വെലോസിറ്റി ഇവിടെ 20 m/s, അപ്പോൾ ഇവിടെയും 20 m/s ആയിരിക്കും. അപ്പോൾ 20 m/s എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ S=ut + ½ AT² കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. യെസ്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇതാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യനുകൾ. നിങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ നോക്കി വയ്ക്കുക, അറിയാത്തത് നിങ്ങൾ നോക്കി വെച്ചിട്ട് നിങ്ങളത് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.